ശിവഭഗവാന്റെ ഭക്തിയും കരുണയും വെളിവാക്കുന്ന ഒരു ലഘുകഥ താഴെ നൽകുന്നു. ഭക്തന്റെ കണ്ണീരൊപ്പിയ ശിവൻ. പണ്ട് നർമ്മദാനദിയുടെ തീരത്ത് സോമൻ എന്നൊരു ദരിദ്ര ബ്രാഹ്മണൻ ജീവിച്ചിരുന്നു. വലിയ ശിവഭക്തനായിരുന്ന അദ്ദേഹം ദിവസവും ശിവലിംഗ പൂജ നടത്തിയിരുന്നു. വളരെ കുറഞ്ഞ വരുമാനം കൊണ്ട് കഷ്ടപ്പെട്ടാണ് അദ്ദേഹം കുടുംബം പുലർത്തിയിരുന്നത്. ഒരു വർഷം നാട്ടിൽ കടുത്ത വരൾച്ചയുണ്ടായി. സോമന്റെ കൃഷിഭൂമി ഉണങ്ങി. വീട്ടിൽ ഭക്ഷണത്തിന് വകയില്ലാതായി. എങ്കിലും സോമൻ ഭഗവാൻ ശിവനോടുള്ള പൂജ മുടക്കിയില്ല. പൂജയ്ക്ക് പൂക്കൾ പോലും ലഭിക്കാത്ത അവസ്ഥയിൽ അദ്ദേഹം ഭഗവാന്റെ ഫോട്ടോയ്ക്ക് മുന്നിൽ ഇരുന്നു കരഞ്ഞു. ഹേ മഹാദേവാ, ഞാൻ അങ്ങയെ അല്ലാതെ മറ്റാരെയാണ് വിളിക്കുക? എന്റെ കുടുംബം പട്ടിണിയിലാണ്. അന്ന് രാത്രി സോമൻ സ്വപ്നത്തിൽ ശിവഭഗവാനെ ദർശിച്ചു. ശിവൻ പറഞ്ഞു, സോമാ, നിന്റെ ഭക്തിയിൽ ഞാൻ പ്രീതനായിരിക്കുന്നു. നിന്റെ വീടിന് പിന്നിലുള്ള ഉണങ്ങിയ പിലാവിന്റെ ചുവട്ടിൽ മണ്ണുമാറ്റുക. പിറ്റേന്ന് രാവിലെ സോമൻ ഉണർന്നു നോക്കുമ്പോൾ സ്വപ്നത്തിൽ കണ്ടതുപോലെ തന്നെ ആ മരച്ചുവട്ടിൽ പോയി മണ്ണുമാറ്റി. അവിടെ അദ്ദേഹത്തിന് ഒരു പഴയ പാത്രം നിറയെ സ്വർണ്ണനാണയങ്ങൾ ലഭിച്ചു. ആ സ്വർണവും കൊണ്ട് അദ്ദേഹം കുടുംബത്തെ സഹായിക്കുകയും ഗ്രാമത്തിലെ പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകുകയും ചെയ്തു. സോമന്റെ ഭക്തിയും ദയയും കണ്ട് ശിവൻ സന്തോഷിച്ചു. എന്നും സോമന്റെ കുടുംബത്തിന് ഐശ്വര്യവും സമാധാനവും നൽകി അനുഗ്രഹിച്ചു.